ചെകുത്താൻ 17. സുജാതയും മക്കളായ ആനന്ദും അനഘയും ഹാളിൽ തന്നെ ഇരുന്ന് വേണുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, മോക്കിപ്പോ 24 വയസ്സായി, കല്യാണമൊക്കെ നോക്കി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയാണ് ഏട്ടാ, ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ. എങ്ങനെയാ ഒരു അന്യ വീട്ടിലേക്കൊക്കെ വിശ്വസിച്ച് കൊച്ചുങ്ങളെ പറഞ്ഞയക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരെങ്കിലുമായി വിവാഹം നടന്നിരുന്നുവെങ്കിൽ അതൊരാശ്വാസമാണ്. ദേവനും ഇപ്പോൾ 29 കഴിഞ്ഞില്ലേ? അവന് വിവാഹം നോക്കുന്നുണ്ടോ? സുജാത വളരെ മനോഹരമായി തന്നെ കാര്യം അവതരിപ്പിച്ചു. സുജാത ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വേണുവിന് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു. ഞാൻ എൻ്റെ ദേവിയെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വിവാഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ 2 മക്കളോടും ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കായി പെണ്ണിനെ നോക്കാനൊന്നും പോകുന്നില്ല. അവരായി തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ആരെ കൂട്ടണമെന്ന് തീരുമാനിച്ചോളണം. അതിനിപ്പോൾ ഏത് ജാതിയിൽപ്പെട്ട കുട്ടിയായാലും മറ്റൊരു മതമാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമല്ല. സാമ്പത്തികവും ഞാൻ നോക്കില്ല. എന്റെ മക്കൾക്ക് അവരെ ഇഷ്ടമാകണം, അത്രമാത്രം. വേണു പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ചേട്ടനിലൂടെ ദേവനെ കിട്ടാൻ വഴിയില്ല എന്ന് സുജാതയ്ക്ക് മനസ്സിലായി. അവർ അനഘയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. പക്ഷേ ദേവനെപ്പോലെ ഒരാളുടെ മുന്നിൽ ചെന്ന് പ്രണയം പറയാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പറഞ്ഞത് കേട്ടില്ലേ, മക്കൾ ആരെ കെട്ടിക്കൊണ്ടുവന്നാലും ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിലേക്ക് എന്റെ മോളെ ഇടിച്ചു കയറ്റിയാലേ പറ്റൂ. പക്ഷെ അതത്ര പെട്ടെന്നൊന്നും കഴിയില്ല. മാത്രവുമല്ല, ആ ചെറുക്കന് ദേഷ്യം വന്നാൽ ചുറ്റുമുള്ളത് ആരാണെന്നൊന്നും അവൻ നോക്കത്തില്ല. ഇനിയിപ്പോൾ ആകെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അവനിവിടെ വരുമ്പോഴെല്ലാം കൊച്ചിനെയും കൊണ്ടിങ്ങി വരണം. അവനോടൊന്ന് അടുത്ത് ഇടപഴകാനൊക്കെ പറയണം. ചിലപ്പോൾ ഒരിഷ്ടം തോന്നിയാലോ? സുജാത മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ ഉച്ചയൂണിനായി മുറിയിൽ നിന്ന് ഹാളിലേക്ക് വന്നത്. ഹാളിലിരിക്കുന്ന സുജാതയെയും മക്കളെയും കണ്ടെങ്കിലും അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങൾ ഒന്നും തന്നെയില്ല. അവൻ നേരെ വന്ന് ഇരിക്കാറുള്ള കസേരയിൽ ഇരുന്നു. ആനന്ദും അനഘയും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. ഒരു ചിരിയെങ്ങാനും കിട്ടിയാലോ? പക്ഷെ അവന്റെ നോട്ടം ആരിലേക്കും എത്തിയില്ല. മോൻ ആകെ ക്ഷീണിച്ചു. ആഹാരമൊന്നും കൃത്യമായി കഴിക്കാതെ ഇങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. മോന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഒരാള് കൂടെ ഇല്ലാത്തതാണ് കുഴപ്പം. സുജാത തേനൊലിപ്പിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു. പക്ഷെ അവൻ മൈൻഡ് പോലും ചെയ്തില്ല. വിമലെ, കഴിക്കാനുള്ളതായിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ. വേണു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വിമല ചോറും കറികളും എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് നടന്നു. അവർക്കൊപ്പം കറികളും എടുത്ത് നടക്കാൻ ചെന്ന ലച്ചുവിനെ അവർ തടഞ്ഞു. കുഞ്ഞിപ്പ അങ്ങോട്ട് വരണ്ട. ആ പെണ്ണ് നിന്റെ കാണണ്ട. കണ്ടാൽ പിന്നെ നിന്റെ ജാതകം മുഴുവനും അറിയേണ്ടി വരും. അത് കേട്ടതും ലച്ചു അടുക്കളയിൽ തന്നെ പതുങ്ങി നിന്നു. വിമല തന്നെ എല്ലാ പാത്രങ്ങളും 1-2 തവണയായി ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു. സുജാത അനഘയെ കണ്ണു കാണിച്ചതും അവൾ വേഗം ദേവന് ആഹാരം വിളമ്പിക്കൊടുക്കാനായി ഒരുങ്ങി. ഒരു തവിച്ചോറെടുത്ത് അവന്റെ പാത്രത്തിലേക്ക് വിളമ്പാൻ തുടങ്ങിയതും അവന്റെ രൂക്ഷമായ നോട്ടം അവളെ തേടിയെത്തി. എടുത്ത ഒരു തവിച്ചോർ അവൾ അതേ പാത്രത്തിൽ തന്നെ തിരികെ ഇട്ടു. അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടിയാൽ ആ ടേബിളിന്റെ പുറത്തിരിക്കുന്ന ആഹാരം മുഴുവനും ഒരുപക്ഷെ നിലത്ത് കിടക്കും. അവൻ ആവശ്യമുള്ളതെല്ലാം സ്വയം വിളമ്പി കഴിച്ചു. വിമലേ, കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പിയില്ലേ? എല്ലാവർക്കുമുള്ള ആഹാരം ടേബിളിൽ എടുത്തു വെച്ച് അവിടെയുള്ള സ്റ്റെയറിന്റെ സൈഡിലായി ഇരിക്കുന്ന വിമലയെ നോക്കി വേണു ചോദിച്ചു. ഉണ്ട്, വേണോ സാറേ? ഞാൻ എടുത്തിട്ട് വരാം. അവർ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണു അവരെ തടഞ്ഞു. ലക്ഷ്മി ഇല്ലേ? അവളോട് എടുത്തുകൊണ്ട് വരാൻ പറ. വേണു പറഞ്ഞത് കേട്ട് സുജാത കഴുപ്പ് നിർത്തി അയാളെ ഒന്ന് നോക്കി. ലക്ഷ്മിയോ? അതാരാ? അവർ ചോദിച്ചു. അത് നമ്മുടെ ഈ വിമലയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. സഹായത്തിന് നിൽക്കുന്നതാ. പറഞ്ഞുകൊണ്ട് അയാൾ ലക്ഷ്മിയെ ഉറക്കെ വിളിച്ചു. ലക്ഷ്മി, അവിടെ ഇരിക്കുന്ന ആ കണ്ണിമാങ്ങ അച്ചാറിങ് എടുത്തുകൊണ്ട് വാ കുട്ടി. വേണു പറയുന്നത് കേട്ട് മറ്റു വഴികളില്ലാതെ ലച്ചു അച്ചാറും എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. അവളെ കണ്ട് സുജാതയും ആനന്ദും അനഘയും കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആനന്ദിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. തനിക്ക് ചുറ്റും മുതിർന്നവർ ഇരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലുമില്ലാതെ അവൻ കണ്ണെടുക്കാതെ ആ പെണ്ണിനെ നോക്കി നിന്നു. ഒഴിഞ്ഞ കഴുത്ത്, ഒഴിഞ്ഞ കാത്, ഒഴിഞ്ഞ കൈത്തണ്ട, അതുപോലും അവൾക്ക് വല്ലാത്ത സൗന്ദര്യം കൂട്ടുന്നത് പോലെ തോന്നി. നീലക്കളറുള്ള ഒരു പാവാടയും ഉടുപ്പുമാണ് അവളുടെ വേഷം. നിറം മങ്ങിയതാണ്, പഴകിയതാണ്. എന്നിട്ടും അവളുടെ സൗന്ദര്യം അത് ജ്വലിച്ചു നിന്നു. ദേവൻ ഒന്ന് മുഖമുയർത്തി നോക്കി. തലകുനിച്ച് ആരെയും നോക്കാതെ അവർക്കരികിലേക്ക് നടന്നു വരുന്ന ലച്ചു. പക്ഷെ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന ആനന്ദിനെ കണ്ടതും ദേവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സുജാതയാകട്ടെ ലച്ചുവിൽ നിന്ന് കണ്ണെടുത്ത് നേരെ നോക്കിയത് ആനന്ദിന്റെ മുഖത്താണ്. വായും തുറന്ന് ലച്ചുവിനെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട അവർക്ക് ദേഷ്യം വന്നു. അവർ ഉറക്കെ വിളിച്ചു, ഡാ ആനന്ദേ. അവരുടെ ആ വിളിയിലാണ് അവന്റെ നോട്ടം മാറിയത്.
വേഗം തന്നെ അച്ചാറുകുപ്പി അവിടെ വെച്ച് തിരികെ നടക്കാൻ ഒരുങ്ങിയ ലച്ചുവിനെ വേണു വിളിച്ചു. മോളെ, ഒരു ശകലം എൻ്റെ ഈ പ്ലേറ്റിലേക്ക് ഇട്ടേ. അത് കേട്ടതും അവൾ ഒരു സ്പൂൺ എടുത്ത് നല്ലതുപോലെ തുടച്ച് കുറച്ച് അച്ചാറെടുത്ത് വേണുവിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. പക്ഷെ അപ്പോഴും ആനന്ദിന്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. ആനന്ദിന്റെ മാത്രമല്ല, സുജാതയുടെയും. അവർക്കാകെ ഒരു വല്ലായ്മ തോന്നി. ലച്ചുവിനോട് പേരറിയാത്തൊരു ദേഷ്യവും. ലച്ചുവിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ കാതിൽ കമ്മലില്ല, പകരം വളരെ ചെറിയ 2 ഈർക്കിൽ തിരികെ വെച്ചിരിക്കുന്നു. ഇതെന്താ കാതിൽ പുതിയ ഫാഷനാണോ? അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് സുജാത ചോദിച്ചു. അപ്പോഴാണ് വേണുവും അത് ശ്രദ്ധിക്കുന്നത്. ആ പെൺകുഞ്ഞിന്റെ ദേഹത്ത് ആഭരണങ്ങളൊന്നുമില്ല, കമ്മലില്ല, വളയില്ല, മാലയില്ല. വിമലേ, എന്താ ഇത്? ഈ കുഞ്ഞിനൊരു മൊട്ടുകമ്മൽ പോലും നിനക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? വേണു ഒരല്പം ദേഷ്യത്തിൽ ചോദിച്ചു. അത് പിന്നെ അവൾക്ക് കമ്മൽ ഉണ്ടായിരുന്നതാ സാറേ. 2 ദിവസം മുന്നെയാണ് ആണി കളഞ്ഞുപോയത്. പിന്നെ പെട്ടെന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. ചെവിയുടെ ഓട്ട അടയാതിരിക്കാൻ വേണ്ടി ഞാനാണ് ഇറുക്കിലിടാൻ പറഞ്ഞത്, വിമല പറഞ്ഞൊപ്പിച്ചു. ദേവൻകുഞ്ഞ് ലച്ചുവിന്റെ ആഭരണമെല്ലാം മൂരി വാങ്ങിയത് അവർക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ ഒന്നും അവൾക്ക് മേടിച്ചു കൊടുക്കാഞ്ഞത്. പക്ഷെ കമ്മലിട്ടില്ലെങ്കിൽ കാതിന്റെ ഓട്ട അടയും. പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി കാത് കുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഇറുക്കിൽ തിരികാൻ അവളോട് പറഞ്ഞത്, വിമല മനസ്സിലോർത്തു. അവർ പേടിയോടെ ദേവനെ നോക്കി. അവന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ലച്ചു പക്ഷെ ആരെയും നോക്കാതെ വേഗം തന്നെ തിരികെ അടുക്കളയിലേക്ക് നടന്നു. ആനന്ദിന്റെ കണ്ണുകൾ അവൾ അടുക്കളയിൽ കയറി മറയുന്നതുവരെ അവളെ പിന്തുടർന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടെ ജഗനുള്ള ആഹാരവുമായി സുഭദ്ര ആശുപത്രിയിലെത്തി. സുഭദ്ര വാതിൽ കടന്നകത്തേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു. സുഭദ്ര മാത്രമേ ഉള്ളൂ, ലച്ചു കൂടെയില്ല. അത് മനസ്സിലായതും അവന്റെ മുഖം ആകെ ഇരുണ്ടു. കണ്ണുകൾ ദേഷ്യത്താൽ ചുമന്നു. അമ്മ അവളെ വിളിച്ചില്ലേ? അതോ വിളിച്ചിട്ടും അവൾ വന്നില്ലേ? ഇതിനെല്ലാം ചേർത്ത് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നും എഴുന്നേറ്റോട്ടെ. വല്ലാത്തൊരു പകയോടെ പറയുന്ന മകനെ നോക്കി നിന്നുപോയി സുഭദ്ര. വേണം മോനെ, അവളെ കണ്ടെത്തണം. നിന്റെ കാൽച്ചുവട്ടിലിട്ട് അവളെ നരകിപ്പിക്കണം. എങ്കിലേ എന്റെ മോൻ അനുഭവിച്ചതിനെല്ലാം പകരമാകൂ. ജഗൻ പറഞ്ഞത് കേട്ട് സുഭദ്ര അറിയാതെ പറഞ്ഞുപോയി. ഒരു നിമിഷം ജഗൻ സുഭദ്രയെ സംശയത്തോടെ ഒന്ന് നോക്കി. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? അവളെ കണ്ടെത്തണമെന്നോ? എന്താ അതിന്റെ അർത്ഥം? അവൾ വീട്ടിലില്ലേ? അവന്റെ ശബ്ദം വല്ലാതെ മുറുകിയിരുന്നു. ജഗന്റെ ചോദ്യം കേട്ടപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി സുഭദ്രയ്ക്ക് മനസ്സിലായത്. ഇതുവരെ ലച്ചുവിനെ കാണാനില്ല എന്ന കാര്യം ജഗനോട് പറഞ്ഞിട്ടില്ല. സുഭദ്ര ജഗനെ നോക്കി, നാരായണനെയും. ജഗനോട് സത്യങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞത് നാരായണനാണ്. അമ്മേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഒരലർച്ചയായിരുന്നു അവൻ. അവന്റെ അലർച്ചയിൽ എല്ലാവരും ഞെട്ടി. ഇല്ല മോനെ, ഇനി നിന്നിൽ നിന്നൊന്നും മറക്കുന്നില്ല. ആ പെണ്ണിനെ കാണാനില്ല. നിനക്ക് അപകടം പറ്റിയ അന്ന് രാത്രി മുതൽ അവളെ കാണാനില്ല. എനിക്ക് ഉറപ്പാണ് നിന്റെ ഈ അവസ്ഥയ്ക്ക് അവൾ തന്നെയാണ് കാരണക്കാരി. അവൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് നിന്നെ ഉപദ്രവിച്ചത്. എന്നിട്ട് അവർക്കൊപ്പം അവളും പോയി. കണ്ടെത്തണം മോനെ, അവളെ കണ്ടെത്തണം. നീ അനുഭവിച്ചതിനെല്ലാം അവളോട് പകരം ചോദിക്കണം. വല്ലാത്തൊരു വെറുപ്പോടെ സുഭദ്ര പറഞ്ഞു. സുഭദ്രേ, നീ അനാവശ്യം പറയരുത്. ലച്ചുമോളാണ് നിന്റെ പിറകിലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവളെ നമുക്കറിയാവുന്നതല്ലേ. അവളുടെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവരുടെ ലോകം. 2 പേരും നഷ്ടപ്പെട്ടതിൽ പിന്നെ എന്റെ കുഞ്ഞ് ആ തറവാട്ടിൽ ഒരു തടവിലെന്ന പോലെ അല്ലായിരുന്നു. ആരെയെങ്കിലും കാണാനോ ഫോണിൽ കൂടിയെങ്കിലും സംസാരിക്കാനോ നീയോ ഇവനെ സമ്മതിച്ചിട്ടുണ്ടോ? ആ അവളാണോ ആൾക്കാരെ വെച്ച് ഇവനെ തല്ലിച്ചത്, അവരോടൊപ്പം ഇറങ്ങിപ്പോയത്? എനിക്കിപ്പോഴും പേടിയാ എന്റെ കൊച്ചിന് വല്ലതും സംഭവിച്ചോ എന്നോർത്ത്, നാരായണൻ പറഞ്ഞുപോയി. പറഞ്ഞുകൊണ്ട് അയാൾ ജഗനെ നോക്കി. എന്നാൽ അവന്റെ മുഖഭാവം കണ്ട് അയാൾ ആകെ പേടിച്ചുപോയി. അത്രയും പൈശാചികമായിരുന്നു അവന്റെ ഭാവം. പെട്ടെന്ന് തന്നെ ഉറക്കെ അലറിക്കൊണ്ട് അവൻ തന്റെ 2 കൈകളും മുഷ്ടി ചുരുട്ടി ബെഡിൽ ആഞ്ഞിടിച്ചു. അവന്റെ ശരീരമാകെ ഉലഞ്ഞു. ഞരമ്പുകളെല്ലാം സൂചി കുത്തി കയറുന്നതുപോലെ നോവു. എന്നിട്ടും അവന് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമവും അവൻ നടത്തി. പക്ഷെ പരാജയപ്പെട്ടു. ജഗന്റെ ഭ്രാന്തമായ പ്രവൃത്തികൾ കണ്ട് നാരായണനും സുഭദ്രയും പകച്ചു. പെട്ടെന്ന് തന്നെ അവർ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവന്റെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് ശാന്തമാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരെയെല്ലാം തട്ടിയെറിഞ്ഞു. അപ്പോഴേക്കും ബഹളം കേട്ട് ജഗന്റെ ചേട്ടൻ ദേവനും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ജഗ, ജഗ, നീ ഒന്ന് അടങ്ങ്. നീ എന്തായി കാണിക്കുന്നത്? മുറിവനങ്ങിയാൽ വീണ്ടും ചോര വരും, പഴുക്കും. പിന്നെ നിനക്ക് കുറെ നാൾ കൂടി ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കേണ്ടി വരും. ദേവൻ ജഗന്റെ കൈകളെ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചു. കുറച്ചുനേരം കഴിഞ്ഞതും ജഗൻ തളർന്നു. അവനൊന്നടങ്ങി. ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി. മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തോ? ജഗന്റെ മുരൾച്ചോടെയുള്ള ശബ്ദം അവിടെ മുഴങ്ങി. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ SIയെ കണ്ടു. അന്ന് രാത്രി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു.
അവർ ഒഫീഷ്യലായിട്ടല്ലാതെ അന്വേഷിക്കുന്നുണ്ട്. ഒരു ഇന്നോവ കാറിൽ വന്ന ആൾക്കാരാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് നീ പറഞ്ഞില്ലേ? CCTVയിൽ അതുപോലെ ഒരു കാർ നമ്മുടെ തറവാടിന്റെ ഭാഗത്തു നിന്ന് ഓടിച്ചു പോകുന്നത് പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് തുമ്പുകളൊന്നും പോലീസിന്റെ പക്കലില്ല. ഒരു കറുത്ത ഇന്നോവയാണ് എന്നല്ലാതെ. എങ്കിലും അന്വേഷിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. അച്ഛന്റെ ബന്ധുക്കളായിട്ട് ആരുമില്ല. പിന്നെ നമ്മൾ അമ്മയുടെ കൂട്ടരാണ്. നമ്മളാരും അവളെ തട്ടിക്കൊണ്ടുപോകില്ല. സുഹൃത്തുക്കൾ എന്ന് പറയാൻ ഈ ഗ്രാമത്തിലെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അവർക്കാർക്കും തന്നെ നിന്നെ ഉപദ്രവിച്ച് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ആൾബലമില്ല. നീ പറഞ്ഞില്ലേ നിന്നെ അടിച്ചവരൊന്നും സാധാരണ കൂലിത്തല്ലുകാർ അല്ലെന്ന്, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ആണെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്കിന്ന് വരെ അറിയാത്ത വളരെ ശക്തനായ ഒരു എതിരാളി നിനക്കുണ്ടെന്നാണ്. ഒരുപക്ഷെ നിന്റെ ബിസിനസ്സിലെ ശത്രുക്കളായിരിക്കാം. അവരെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയോ എന്നാണ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇപ്പോഴും വ്യക്തമായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല, ദേവൻ പറഞ്ഞു. അവളുടെ കൂട്ടുകാരി ആ നന്ദനയില്ലേ, ഒരിക്കൽ അവളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചവർ, അവളെപ്പറ്റി അന്വേഷിച്ചായിരുന്നോ? ജഗൻ ചോദിച്ചു. എടാ, അന്വേഷിച്ചു. ആ പെണ്ണ് അന്നത്തെ സംഭവത്തോടെ 2 ആഴ്ച ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ഭ്രാന്തിയെപ്പോലെയാണെന്നാണ് പറയുന്നത്. ആരോടും മിണ്ടാട്ടമൊന്നുമില്ല, സ്വന്തം അച്ഛനോട് പോലും. പിന്നെ ആ പയ്യനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും കിട്ടിയില്ല. വൈകിട്ട് തന്നെ അവന്റെ അച്ഛനും ആൾക്കാരും വന്ന് അവനെ അവന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഏതോ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞതെല്ലാം കേട്ട് ജഗൻ കണ്ണുകൾ അടച്ചു. അവന്റെ കുറുക്കൻ ബുദ്ധിയിൽ അവൻ ഓരോരോ കാര്യങ്ങളായി ചിന്തിക്കാൻ തുടങ്ങി. ഉച്ചയൂണ് കഴിഞ്ഞതും ആരെയും നോക്കാതെ ദേവൻ തന്റെ മുറിയിലേക്ക് പോയി. ദേവന്റെ പെരുമാറ്റവും അവന്റെ ദേഷ്യവും കണ്ടപ്പോൾ സാഹചര്യം അത്ര പന്തിയല്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെ സുജാതയും മക്കളും പെട്ടെന്ന് തന്നെ പോകാനായി ഇറങ്ങി. അവർ പോകാനായി ഇറങ്ങുന്നു എന്ന കാര്യം വേണു ദേവനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതും ആനന്ദിനോട് അവന്റെ മുറിയിലേക്ക് ചെല്ലാനായി ദേവൻ ആവശ്യപ്പെട്ടു. ഒരു ഭയത്തോടെയാണെങ്കിലും ആനന്ദ് ദേവന്റെ മുറിയിലേക്ക് പോയി. എന്നാൽ മുറിക്കകത്ത് കയറിയതും ദേവന്റെ തീക്ഷണമായ നോട്ടം കണ്ട് അവൻ ആകെയൊന്ന് പരിങ്ങി. ദേവൻ പതിയെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. ഇന്ന് നീ അവളെ നോക്കിയതുപോലെ ഇനി എപ്പോഴെങ്കിലും നോക്കുന്നത് ഞാൻ കണ്ടാൽ പിന്നെ മറ്റൊരു കാഴ്ചയും കാണാനായി ഈ കണ്ണുകൾ നിന്റെ മുഖത്തുണ്ടാവില്ല. അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം, അത് മാത്രം മതിയായിരുന്നു ആനന്ദിനെ ഭയത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ. തിരികെ മറുപടിയൊന്നും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു അവന്. ദേവനെ നോക്കി ഭയമാർന്ന കണ്ണുകളോടെ ശരിയെന്ന മട്ടിൽ തല അനക്കിക്കൊണ്ട് അവൻ പുറത്തിറങ്ങി. ദേവന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആനന്ദിന്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ സുജാതയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവർ ഇറങ്ങി. തുടരും.